ഹായ്, സ്വാഗതം. പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനയുടെ ആമുഖം. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ആദ്യമായിട്ട് ഈ ഒരു പ്രിയാമ്പിൾ എന്നൊരു കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരുന്നത്. പിന്നീട് ഇന്ത്യ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു രീതി ഫോളോ ചെയ്യുകയാണ് ഉണ്ടായത്. ദ ടേം പ്രിയാമ്പിൾ റെഫേഴ്സ് ടു ദ ഇൻട്രൊഡക്ഷൻ ഓർ പ്രിഫേഴ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് കണ്ടെയ്ൻസ് ദ സമ്മറി ഓർ എസൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ എസൻസ് ആണ്. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ആമുഖമായിട്ട് മാറുന്നത്. ഈ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എൻ.എ. പാൽക്കിവാലയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എൻ.എ. പാൽക്കിവാലയാണ്. ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയിലേക്കുള്ള താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് നെഹ്റു ആണ്. ഭരണഘടനയിലേക്കുള്ള ആത്മാവ്, ഭരണഘടനയിലേക്കുള്ള താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് നെഹ്റു ആണ്. ഹോറോസ്കോപ്പ് എന്ന് വിശേഷിപ്പിച്ചത് കെ.എം. മുൻഷിയാണ്. ആമുഖത്തെ ഹോറോസ്കോപ്പ് എന്ന് വിശേഷിപ്പിച്ചത് കെ.എം. മുൻഷിയാണ്. ഭരണഘടനയുടെ സാരാംശം എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബർക്കറാണ്. നമ്മുടെ ഭരണഘടന ആകെ ഒരു തവണ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് 1976 1976 42ാം ഭേദഗതിയാണ് ചെയ്തത്. ഇതുവഴി ആമുഖത്തിൽ സോഷ്യലിസം, മതനിരപേക്ഷത, അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. 1976 42ാം ഭേദഗതിയിൽ ആമുഖത്തിൽ സോഷ്യലിസം, മതനിരപേക്ഷത, അഖണ്ഡത എന്നീ വാക്കുകൾ കൂടി ഉൾപ്പെടുത്തി. ഇങ്ങനെ ഒരു തവണ മാത്രമാണ് നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this constitution. ഇങ്ങനെയാണ് ആമുഖം അവസാനിക്കുന്നത്. എന്റെ മലയാളമാണത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആവിഷ്കാരം, വിശ്വാസം, മതനിഷ്ഠ, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ഇന്ന് 1949 നവംബർ 26 ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. അടുത്തത് ആമുഖത്തിന്റെ ഘടകങ്ങൾ. The preamble reveals 4 ingredients or 4 components. എന്തൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടനയുടെ അധികാരത്തിന്റെ ഉറവിടം ഇന്ത്യയിലെ ജനങ്ങളുടേതാണെന്ന് ആമുഖം സൂചിപ്പിക്കുന്നു. ഭരണഘടനയുടെ അധികാരത്തിന്റെ ഉറവിടം ഇന്ത്യയിലെ ജനങ്ങളുടേതാണെന്ന് ആമുഖം സൂചിപ്പിക്കുന്നു. രണ്ടാമത്തേത്, ഇന്ത്യ ഒരു പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് ആമുഖം പ്രഖ്യാപിക്കുന്നു. ഇന്ത്യ ഒരു പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് ആമുഖം പ്രഖ്യാപിക്കുന്നു. മൂന്നാമത്തെ ഘടകമാണ് എല്ലാ പൗരന്മാർക്കും നീതി, സ്വാതന്ത്ര്യം, സമത്വം, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിന് സാഹോദര്യം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ആമുഖം പ്രസ്താവിച്ച ലക്ഷ്യങ്ങൾ. എല്ലാ പൗരന്മാർക്കും നീതി,
സ്വാതന്ത്ര്യം, സമത്വം, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിന് സാഹോദര്യം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ആമുഖം പ്രസ്താവിച്ച ലക്ഷ്യങ്ങൾ. നാലാമത്തെ ഘടകമാണ് 1949 നവംബർ 26 അംഗീകരിച്ച തീയതി ആമുഖത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ആമുഖത്തിലുള്ള ഒരേ ഒരു തീയതി ഇതാണ്, 1949 നവംബർ 26. ഈ തീയതിയിലാണ് ആമുഖത്തെ അംഗീകരിച്ചത്. കീവേഡ്സ് ഇൻ ദ പ്രിയാമ്പിൾ. ആമുഖത്തിലെ പ്രധാനപ്പെട്ട വാക്കുകളാണ് ഏതൊക്കെ? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഇതൊക്കെയാണ് ആമുഖത്തിലെ പ്രധാനപ്പെട്ട വാക്കുകൾ. നമ്മുടെ ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഞങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ പരമമായ അധികാരത്തെയാണ്. ഞങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ, ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ പരമമായ അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. പരമാധികാരം എന്നാൽ സംസ്ഥാനത്തിന്റെ സ്വതന്ത്രമായ അധികാരം മറ്റേതെങ്കിലും സംസ്ഥാനത്തിന്റെയോ ബാഹ്യശക്തിയുടെയോ നിയന്ത്രണത്തിന് വിധേയമല്ലാത്തത് എന്നാണ്. പരമാധികാരം എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് നോക്കാം. സോവറിറ്റി, ഇന്ത്യക്ക് അതിൻ്റെതായ സ്വതന്ത്ര അധികാരമുണ്ടെന്നും അത് മറ്റേതെങ്കിലും ബാഹ്യശക്തിയുടെ ആധിപത്യമല്ലെന്നുമാണ് ഈ പദത്തിന്റെ അർത്ഥം. ഇന്ത്യക്ക് അതിൻ്റെതായ സ്വതന്ത്ര അധികാരമുണ്ടെന്നും അത് മറ്റേതെങ്കിലും ബാഹ്യശക്തിയുടെ ആധിപത്യമല്ലെന്നുമാണ് പരമാധികാരം എന്ന വാക്കിന്റെ അർത്ഥം. രാജ്യത്ത് നിയമനിർമ്മാണ സഭയ്ക്ക് ചില പരിമിതികൾക്ക് വിധേയമായി നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ഉണ്ട്. സോഷ്യലിസ്റ്റ്. സോഷ്യലിസ്റ്റ് ലക്ഷ്യങ്ങൾ ജനാധിപത്യ മാർഗങ്ങളിലൂടെ നേടിയെടുക്കുക എന്നതാണ് സോഷ്യലിസ്റ്റ് എന്ന പദത്തിന്റെ അർത്ഥം. സോഷ്യലിസ്റ്റ് ലക്ഷ്യങ്ങൾ ജനാധിപത്യ മാർഗങ്ങളിലൂടെ നേടിയെടുക്കുക എന്നതാണ് ഈ സോഷ്യലിസ്റ്റ് എന്ന പദത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒരുമിച്ച് നിലനിൽക്കുന്ന ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ഇത് വിശ്വസിക്കുന്നു. ഈ ഒരു വാക്ക്, സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ആമുഖത്തിൽ കൂട്ടിച്ചേർക്കുന്നത് 1976 42 ഭേദഗതിയിലൂടെയാണ്. അടുത്ത വാക്കാണ് സെക്യുലർ. ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും ഭരണകൂടത്തിൽ നിന്ന് തുല്യമായ ബഹുമാനവും സംരക്ഷണവും പിന്തുണയും ലഭിക്കുന്നു എന്നതാണ് സെക്യുലർ എന്ന പദത്തിന്റെ അർത്ഥം. ഈ വാക്കും സെക്യുലർ എന്ന വാക്കും 1976 42 ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർക്കുന്നത്. അടുത്ത വാക്കാണ് ഡെമോക്രാറ്റിക്. The term implies that the Constitution of India has an established form of constitution which gets its authority from the will of the people expressed in an election. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കുന്ന ജനങ്ങളുടെ ഇച്ഛാശക്തിയിൽ നിന്ന് അധികാരം ലഭിക്കുന്ന ഒരു ഭരണഘടനാ രൂപമുണ്ടെന്നാണ് ഈ പദം സൂചിപ്പിക്കുന്നത്. റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? രാഷ്ട്രത്തലവൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ് ഈ പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. രാഷ്ട്രത്തലവൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെന്നാണ് ഈ പദം സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് രാജ്യത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട തലവൻ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ. ഭരണഘടനയാണ് പരമോന്നതമായ നിയമം. അത് സമൂഹത്തിൽ അഖണ്ഡത നിലനിർത്താനും മഹത്തായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് പൗരന്മാർക്കിടയിൽ ഐക്യം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തുടനീളം സൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് നീതി. 3 തരത്തിലുള്ള നീതി നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നു. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ 3 തരത്തിലുള്ള നീതികളാണ് ഭരണഘടന നമുക്ക് ഉറപ്പുവരുത്തുന്നത്. സാമൂഹ്യ നീതി, സോഷ്യൽ ജസ്റ്റിസ്. ജാതി, മതം, ലിംഗഭേദം, മതം തുടങ്ങിയ യാതൊരു വിവേചനവുമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഭരണഘടന ആഗ്രഹിക്കുന്നു എന്നതാണ് സാമൂഹ്യ നീതി കൊണ്ട് അർത്ഥമാക്കുന്നത്. ജാതി, മതം, ലിംഗഭേദം തുടങ്ങിയ യാതൊരു വിവേചനവുമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഭരണഘടന ആഗ്രഹിക്കുന്നു എന്നതാണ് സാമൂഹ്യ നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക നീതി. സാമ്പത്തിക നീതി അർത്ഥമാക്കുന്നത് ആളുകൾക്ക് അവരുടെ സമ്പത്ത്, വരുമാനം, സാമ്പത്തിക നില എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നതാണ്. ഓരോ വ്യക്തിക്കും തുല്യ സ്ഥാനത്തിന് തുല്യ വേതനം നൽകുകയും എല്ലാ ആളുകൾക്കും അവരുടെ ജീവിതത്തിനായി സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും വേണം. അടുത്തത് രാഷ്ട്രീയ നീതി. രാഷ്ട്രീയ നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ജനങ്ങൾക്കും രാഷ്ട്രീയ അവസരങ്ങളിൽ ഒരു വിവേചനവുമില്ലാതെ തുല്യവും
സ്വതന്ത്രവും നീതിയുക്തവുമായ അവകാശമുണ്ട് എന്നതാണ്. ജസ്റ്റിസ്. അടുത്തത് ഈക്വാലിറ്റി. സമത്വം എന്ന പദത്തിന്റെ അർത്ഥം സമൂഹത്തിലെ ഒരു വിഭാഗത്തിനും പ്രത്യേക പദവികളൊന്നും ഇല്ല എന്നും എല്ലാ ആളുകളും യാതൊരു വിവേചനവുമില്ലാതെ എല്ലാത്തിനും തുല്യ അവസരങ്ങൾ നൽകിയിട്ടുണ്ടെന്നും സൂചിപ്പിക്കുന്നു. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അതാണ് സമത്വം. അടുത്തത് ലിബർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ അർത്ഥം ആളുകൾക്ക് അവരുടെ ജീവിത രീതി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സമൂഹത്തിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം എന്നാൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല ഉദ്ദേശിക്കുന്നത്, നിയമം നിശ്ചയിച്ചിട്ടുള്ള പരിധിക്കുള്ളിലുള്ള സ്വാതന്ത്ര്യം ആണ്. അടുത്തത് സാഹോദര്യം. രാഷ്ട്രത്തിൽ അന്തസ്സും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിന് സാഹോദര്യം സഹായിക്കുന്നു. സ്റ്റാറ്റസ് ഓഫ് പ്രിയാമ്പിൾ. ഭരണഘടനയുടെ ഭാഗമായ ആമുഖം പലതവണ സുപ്രീം കോടതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ബെറുബാരി കേസിൽ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്നതാണ്. ബെറുബാരി കേസിൽ സുപ്രീം കോടതി വിധിച്ചത് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്നതാണ്. അത് കഴിഞ്ഞ് കേശവാനന്ദ ഭാരതി കേസ് വരുമ്പോഴേക്ക് സുപ്രീം കോടതിയുടെ വിധി പ്രകാരമായിരുന്നു, അതായത് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്നതാണ്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതിയുടെ വിധി ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്നതായിരുന്നു. അതുപോലെ 1995 യൂണിയൻ ഗവൺമെന്റ് vs LIC ഓഫ് ഇന്ത്യ കേസിലും സുപ്രീം കോടതി വിധിച്ചത് ആമുഖം ഭരണഘടനയുടെ ഇന്റഗ്രൽ പാർട്ട് തന്നെയാണ് എന്നതാണ്. അമെൻഡ്മെന്റ് ഓഫ് ദ പ്രിയാമ്പിൾ. ആമുഖത്തിന്റെ ഭേദഗതി. ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. 42ാം ഭേദഗതി നിയമം, 1976 42ാം ഭേദഗതി നിയമം. കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിന്യായത്തിന് ശേഷം ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നത് അംഗീകരിക്കപ്പെട്ടു. ഭരണഘടനയുടെ ഭാഗമായി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖം ഭേദഗതി ചെയ്യാവുന്നതാണ്. ഭരണഘടനയുടെ ഭാഗമായിട്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖം ഭേദഗതി ചെയ്യാവുന്നതാണ്. എന്നാൽ ആമുഖത്തിന്റെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ സാധിക്കില്ല. ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖം ഭേദഗതി ചെയ്യാൻ സാധിക്കും, പക്ഷേ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ കഴിയില്ല. നിലവിൽ 1976 42ാം ഭേദഗതി നിയമത്തിലൂടെ ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. 1976 42ാം ഭേദഗതി നിയമത്തിലൂടെ സോഷ്യലിസ്റ്റ്, മതേതര, സമഗ്രത എന്നീ പദങ്ങൾ ആമുഖത്തിൽ ചേർത്തു. താങ്ക് യു.